കോഴിക്കോട് അത്തോളി വേളൂരിൽ പുലിയെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തും. വേളൂരിൽ ഹെൽത്ത് സെന്ററിന് സമീപം പുലിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, നാട്ടുകാർ വലിയ ഭീതിയിലാണ്. എന്താണ് അവർ പറയുന്നത്? വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിഗമനം എന്താണ്, അഭിജിത്ത്? ടി.കെ. പുലിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന യാതൊന്നും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ പുലിയെ കണ്ടെത്താൻ വനം വകുപ്പിനോ അല്ലെങ്കിൽ ഇന്നലെ പരിശോധന നടത്തിയവർക്കോ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ളവർ പുലിയെ കണ്ടു എന്നുള്ള കാര്യം പറയുന്നത്. വീടിന് മുറ്റത്ത് പുലിയെ കണ്ടുവെന്നും പിന്നീട് ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ, നാട്ടുകാരും വീട്ടുകാരൊക്കെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ പുലി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഏറെ വൈകിയും വലിയൊരു തിരച്ചിൽ അത്തോളി പോലീസും നാട്ടുകാരും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിൽ ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തിന് തൊട്ടപ്പുറം തന്നെ വനമുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഈ പുലി ഇവിടേക്ക് ഇറങ്ങിയതാണോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്നും ഇവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഒരു പരിശോധന നടത്തും. വളരെ വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുമെന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി വാർത്തയില്ല, ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും നിലവിലില്ല. ഏതായാലും ഇന്നും ഈ പ്രദേശത്ത് പുലിയേക്കായുള്ള അല്ലെങ്കിൽ പുലിയെ കണ്ടെത്തുന്നതിനായുള്ള ഒരു തെരച്ചിൽ നടത്തും. ഈ നാട്ടുകാരുടെ ഭീതി അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനായുള്ള ഒരു തെരച്ചിലാണ് ഇന്നും ഇവിടെ നടക്കുക. ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.